ഗുഡ് മോർണിംഗ്. എന്നാണ്ട് മക്കളെ വിശേഷമൊക്കെ? എക്സാമിനെല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി കാണും. ഈ ചാപ്റ്ററിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരും, പിന്നെ മീൻ കാണാനൊരു ക്വസ്റ്റ്യൻ വരും. ഞാൻ അത് ചെയ്യിക്കാം കേട്ടോ. അടുത്ത ദിവസം ഞാനത് ചെയ്യിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തപ്പം അതും കൂടെ വരുന്നുണ്ട്, അപ്പം അത് ചെയ്യിക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരത്തെ 20 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം, നമ്മൾ ചെയ്ത അതേ ടൈപ്പ് തന്നെ. ടേബിൾ ഷോസ് ചിൽഡ്രൻ ഓഫ് ക്ലാസ് according to the marks. If the children are rated from low mark to high, what is the mark at 12th student? ഇതാണ് മാർക്സ്. 0 to 10 4, 10 to 27, 20 to 30 10, 30 to 40 12, 40 to 58, അങ്ങനെ 41 ഉണ്ട്. അപ്പൊ നമ്മൾ അത് എഴുതാൻ പോലെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതാണ് നമ്മുടെ ടേബിൾ. ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40. അപ്പൊ ആദ്യം എത്ര എഴുതി? 4. അടുത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യും? 4 plus 7 11. അടുത്ത് 11 plus 10 21, 21 plus 12 32, 33, 33 plus 8 41 ഉണ്ട്. ലാസ്റ്റ് 41 വന്നല്ലോ. അത് വരണം. അത് വന്നില്ലെങ്കിൽ എവിടെയോ തെറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പം നിങ്ങൾ ശരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമുക്ക് ആദ്യം മീഡിയം കണ്ടുപിടിക്കാം. ഫോർമുല പറഞ്ഞേ. ശരിയാ. n+1/2 ദാറ്റ് ഈസ് n എത്രയാണ്? 41 plus 1/2 that is equal to 42/2 is equal to 21. കിട്ടി 21. അപ്പൊ 21 എന്ന് പറയുന്നത് എവിടെ, ഏതിന്റെ ഇടയ്ക്ക് വരും? 11നും 21നും ഇടയ്ക്ക്. ഇവിടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്. അപ്പൊ ക്ലാസ് എത്രയാണ്? 20 to 30. അത് എഴുതണോ? ചുമ്മാ എഴുതിയേക്കാം. ക്ലാസ് ഇസ് ഈക്വൽ ടു 20 to 30 ആണ് ഇവിടുത്തെ ക്ലാസ്, മാർക്കിന്റെ ക്ലാസ് 20 to 30. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അവർ ചോദിച്ചിരിക്കുന്നത് 12th പൊസിഷനിലുള്ളതാണ് അല്ലേ? എവിടെ? 12th എന്ന് പറഞ്ഞാൽ 11 21 ഇടയ്ക്കാണല്ലോ 12th വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2-3 സ്റ്റെപ്സ് ഉണ്ട്. അത് അല്ലെങ്കിൽ തന്നെ അവർ ചോദിച്ചിട്ടില്ല, ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ 11 ആയതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് 12th ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് മുമ്പ് ആദ്യം എന്ത് എഴുതണം? ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ചിൽഡ്രൻ നമ്പർ ഓഫ് ചിൽഡ്രൻ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്താണ്? ഡിഫറൻസ് ഇൻ, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഡിഫറൻസ് ഇൻ ക്ലാസ് ബിറ്റ്വീൻ അല്ലെ, ഡിഫറൻസ് ഇൻ മാർക്സ് ബിറ്റ്വീൻ ഏതാണ്? 30 to 40. 20ക്കും 30ക്കും 20 to 30 ഇടയ്ക്കുള്ള മാർക്സിന്റെ ഡിഫറൻസ് ആണ് 30 - 20 is equal to 10. അതേ പൊസിഷനിൽ തന്നെയുള്ള നമ്പർ ഓഫ് ചിൽഡ്രന്റെ ഡിഫറൻസും കാണണം. ഡിഫറൻസ് ഇൻ ചിൽഡ്രൻ ബിറ്റ്വീൻ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ക്ലാസ് സെയിം തന്നെ. 20 to 30 എന്ന് പറയുന്നത് 21 - 11 ആണ്, ഇസ് ഈക്വൽ ടു 10 ആണ്. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു ഇതേ ബൈ ഇതെന്നാണ് കേട്ടോ. അതെപ്പോഴും ഓർക്കണം, തിരിഞ്ഞു പോകരുത്. ഇവിടെ രണ്ടും 10 ആയിട്ട് നിങ്ങൾ എങ്ങനെ ഇട്ടാലും ശരിയാകും, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ളതാണ് വരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും മാത്സിന്റെ ഡിഫറൻസിനെ വേണം, അല്ലെങ്കിൽ ഇവിടെ തരുന്നതിന്റെ ഡിഫറൻസിനെ വേണം നമുക്ക് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ കോമൺ ഡിഫറൻസ് ഇവിടെ 1 എടുത്തിരുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മീഡിയം കിട്ടി 21, ഡിഫറൻസ് കിട്ടി 1. ഞാൻ ഇവിടെ എഴുതിയിടുക. മീഡിയം 21ഉം കോമൺ ഡിഫറൻസ് 1 എന്നും കിട്ടി. അപ്പൊ നമ്മൾ എന്നെ അടുത്ത കണ്ടുപിടിക്കാൻ പോകും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ മാർക്കറ്റ് 12th സ്റ്റുഡന്റ് കണ്ടുപിടിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 12th എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വേണ്ടേ? അതിന് തൊട്ട് മുമ്പുള്ളത് 11ന്റെ കൂടെ, അത് 11ന്റെ എത്ര മാർക്ക്? ക്ലാസ് 20 പ്ലസ്, എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുന്നു 20 പ്ലസ്, അങ്ങനെ കേട്ടോ. 20 + 1 is equal to 21 ഇവിടെ വരുന്നത്. അല്ല, ഇതെങ്ങനെ വന്നത് നിങ്ങൾ ഓർക്കില്ലേ? /2. അപ്പൊ എത്രയാണ്? 41/2. 41/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 4 20.5 അല്ലേ? 20.5. അപ്പോൾ 12th സ്റ്റുഡന്റിന് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ്? 20.5. 20.5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ മീഡിയൻ ക്ലാസ്, മീഡിയൻ മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മീഡിയൻ മാർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? 12th പൊസിഷൻ പ്ലസ് എന്താണ്? എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര വരെയുള്ളതാണ് മീഡിയൻ? എത്രയാണ്? 21 പൊസിഷനിലുള്ളതാണ് മീഡിയൻ. നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന 12th. അപ്പം 12th തൊട്ട് 21 വരെയുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണ നോക്കാം. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 13 14 15 16 17 18 19 20 21. അപ്പൊ എത്ര എണ്ണം വരും? എത്ര എണ്ണം വരുമായിരിക്കും? 11 എണ്ണം അല്ലേ?
11 ആണോ? 12 to 21. 13, 14, 15, 16, 17, 18, 19, 20, 21. സോറി 9 ഉള്ളൂ. 9 ഇൻറ്റു ഡി. ഇടയ്ക്ക് തെറ്റിപ്പോയി, എവിടെയോ തെറ്റി ഞാൻ ചെയ്തത്. മീഡിയം ഇസ് ഈക്വൽ ടു 12th പൊസിഷൻ പ്ലസ് 9 ഇൻറ്റു ഡി. അപ്പോൾ 12th എത്രയാണ് നമുക്ക് കിട്ടിയത്? 20.5 പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ഇസ് ഈക്വൽ ടു എത്ര വരും? 20.5 പ്ലസ് 9 മാറ്റി എഴുതാം അല്ലേ? എത്ര വരുന്നത്? 20.5 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 29.5. എത്ര മാർക്കായിരിക്കും? അതായത് മീഡിയൻ എന്ന് പറയുന്നത് 29.5 മാർക്ക്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ചെയ്ത അതേ ടൈപ്പാണ്. നിങ്ങൾ എണ്ണിയപ്പം കറക്റ്റ് എണ്ണി എടുക്കണം. ഞാൻ ഇപ്പം കണ്ടില്ല, എണ്ണി എടുത്ത കണ്ടില്ല, 11 എണ്ണി എടുത്ത് തെറ്റി. സോറി കേട്ടോ, അത് വേറെ എവിടെയോ ശ്രദ്ധിച്ച് ചെയ്യുന്നതാ. അപ്പം 9 ആണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന 12th തൊട്ട് നമ്മുടെ മീഡിയൻ വരെയുള്ളത് നമ്മൾ എണ്ണി എടുക്കണം. എണ്ണി എടുത്തിട്ട് വേണം അത് ഇൻറ്റു വേണം കോമൺ ഡിഫറൻസ് ചെയ്യാൻ. ഓക്കെ മക്കളെ, എല്ലാവരും ഇത് പഠിച്ചിട്ട് പോയി നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.